ഹായ് പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ കാണിച്ച ആ വീഡിയോയിൽ ആ ഐഫോണിൻ്റെ ഒരു സ്ഥിതി ആ രീതിയിലാവാനുള്ള കാരണം അതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യാൻ പോണത്. അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മൾ പറഞ്ഞ സംഭവം. കണ്ടങ്ങൾ, അതായത് മേലൊന്ന് താഴോട്ട് ഒരു ഇടലിട്ട് ഒന്നൊന്നര ഇടൽ. എന്താ സംഭവിച്ച്? ഒന്നും സംഭവിച്ചില്ല. പിന്നെ അതിൻ്റെ ഇനിയിപ്പോൾ സ്ക്രീൻ ഗാർഡ് ഇട്ടാണ്ട് ഇപ്പോൾ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടെന്നുള്ള സ്ക്രീൻ ഗാർഡൊക്കെ വലിച്ചൂരി എറിഞ്ഞ് വീണ്ടും അതേമാതിരി നോക്കി ഒരു ക്ലീൻ ആട്ടോ പീസ്, പുതിയ പീസാണ്. പിന്നെ വീണ്ടും ഒന്ന് എടുത്തിട്ട് ഇട്ട് പിന്നെ അപ്പോൾ നോക്കി ചെറിയ സ്ക്രാച്ച് ഇങ്ങനെ എഡ്ജിൽ അത്രയേ ഉള്ളൂ, ചെറിയ സ്ക്രാച്ച് ഉണ്ടാ, അല്ലാതെ കാര്യമായിട്ടുള്ള ഇതൊന്നുമില്ല. ഡിസ്പ്ലേക്കും കാര്യങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല. വീണ്ടും ഒന്ന് ഇടുകയാണ്, ഡിസ്പ്ലേൻ്റെ ഭാഗം ഇട്ട് ഡിസ്പ്ലേൻ്റെ ഫേസ് ആക്കിയിട്ട് ഇട്ടിട്ട് നോക്കി. അപ്പം നോക്കി നിങ്ങളുടെ അവസ്ഥ. വലിയ കുഴപ്പങ്ങളൊന്നും ഡിസ്പ്ലേക്ക് പറ്റില്ല കേട്ടോ, അത് നോക്കണം. വലിയൊരു പ്രശ്നങ്ങൾ ഡിസ്പ്ലേക്ക് പറ്റിയിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. വലിയ പ്രശ്നമൊന്നുമല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. വീണ്ടും പിന്നെ ഡിസ്പ്ലേൻ്റെ ഭാഗത്ത് നല്ല കുറച്ചുകൂടി ഹൈറ്റിൽ വീണ്ടും എടുത്തിട്ട് ഇട്ടപ്പോൾ ഇതാണ് കണ്ടാ ഡിസ്പ്ലേൻ്റെ സ്ഥിതി. അവിടെയും ഇവിടെയൊക്കെ പൊട്ടി, ആകെ തൂഫാനായി. ചില്ലൊക്കെ പൊട്ടി നല്ല പൊട്ടിയാണ്. ഇനി ക്യാമറൻ്റെ ഭാഗം പിടിച്ചിട്ട് അത്യാവശ്യം നല്ല ഫോഴ്സിൽ ഒരു ഏറെറിഞ്ഞ് നല്ലൊരു ഫോഴ്സിൽ ഏറെറിഞ്ഞ് നോക്കുമ്പോൾ ഇതാണ് ബാക്ക് കംപ്ലീറ്റ് പൊട്ടി. ക്യാമറൻ്റെ സൈഡിൽ ബോഡിക്ക് നല്ല പരിക്ക്, എഡ്ജിലൊക്കെ ഉണ്ടല്ലോ നല്ല പരിക്ക് പറ്റി, കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഒരു കോള് വന്നപ്പം ഇതാണ്, ഒരു കോളൊക്കെ എടുത്ത് ഒരു കുഴപ്പമില്ല, സ്ക്രീനും കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. കോളിലൂടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. യാദൃശികമായി വന്ന കോളാണ്, എന്നാൽ പോലും പിന്നെ കോളുകളൊക്കെ സംസാരിച്ചുകൊണ്ട് അതിനൊന്നും വലിയ കുഴപ്പമില്ല, കാര്യങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ അതാണ് സ്ഥിതി ഒന്ന്. പിന്നെ കോളുകളിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഡിസ്പ്ലേക്കും വലിയൊരു കംപ്ലൈൻറ്റ്, കാര്യങ്ങൾ വർക്കിങ്ങിന് സ്മൂത്തിന് വിട്ടിട്ടൊരു കളിയില്ല കേട്ടോ. ഒരു സംഭവം, ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ക്യാമറ നോക്കിയപ്പം ക്യാമറ ആദ്യം ഒന്ന് കിട്ടി, ഓണാക്കിയപ്പോൾ തന്നെ കുഴപ്പമില്ല. പിന്നെ വർക്ക് ചെയ്യണില്ല ക്യാമറ, ഒരു തരത്തിലും വർക്ക് ചെയ്യണില്ല. ക്യാമറയിൽ വീഡിയോയിൽ നോക്കി, ക്യാമറ നോക്കി, സിനിമാറ്റിക്കിൽ നോക്കി, വീഡിയോ ഒരു തരത്തിലും 2x-ലും 1x-ലും ഒന്നിലും ഏലും കിട്ടണില്ല. അവിടെ ഡാർക്കായിട്ട് നിൽക്കുകയാണ്, ഒന്നുമില്ല, ബ്ലാക്കായിട്ട് നിൽക്കുകയാണ്, ഒരു ഇതില്ല. പിന്നെ ഡിസ്പ്ലേ നോക്കി, ഡിസ്പ്ലേക്ക് കണ്ടില്ല നിങ്ങൾ, വർക്കിങ്ങിൽ ടച്ച് സംബന്ധമായിട്ടുള്ള ഒരു വിഷയങ്ങളും വന്നിട്ടില്ല. പക്കാ നീറ്റ് ക്ലിയർ കാരണം പക്കാ നീറ്റ് ക്ലിയർ. നല്ലൊരു എറിഞ്ഞ് ഫേസ് ഐ ഡി ഒക്കെ നല്ല പക്ക ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കുഴപ്പമില്ല. ബാക്ക് നോക്കി ബാക്കിലെ ബോഡി കംപ്ലീറ്റ് പൊളിഞ്ഞ് മാത്രമല്ല ക്യാമറയുടെ ഭാഗമൊക്കെ കംപ്ലീറ്റ് പൊളിഞ്ഞ് ബോഡിക്കൊക്കെ നല്ല പരിക്കേറ്റി. എന്നിട്ടും ഡിസ്പ്ലേക്കോ കാര്യങ്ങൾക്കോ വർക്കിങ്ങിനോ ഒരു കുഴപ്പമില്ല കേട്ടോ. അത്തോതിൽ ഇഞ്ചുറി പറ്റിയിട്ട് പൊളിഞ്ഞിട്ടും ഡിസ്പ്ലേയിലെ സ്മൂത്ത് വർക്കിംഗ് ഒരു രക്ഷയില്ല. ഞാൻ ഐഫോണിനെ സമ്മതിച്ചെന്ന് പറയാനില്ല, അങ്ങനെ സമ്മതിച്ചേ പറ്റൂ. കാരണം ആജാതി ഇത് എറിഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ലൊക്കേഷൻ ഏതാ വെച്ചാൽ നമ്മളെ കോഴിക്കോട് ഹൈലൈറ്റ് മാളാണ്. ഹൈലൈറ്റ് മാളിൻ്റെ ഇതുണ്ട്, ഒരു പീസ് വരെ പൊളിച്ചെടുത്ത്. ഹൈലൈറ്റ് മാളിൻ്റെ പാർക്കിംഗ് ആണ് ഇത്. കണ്ടങ്ങളി, ഇത് ചുമരിൻ്റെ ഹൈലൈറ്റ് മാൾക്ക് വരുന്ന എസ്കേറ്ററിൻ്റെ അടുത്തുള്ള ചുമരുമേൽ ക്രോസിൽ ഫോൺ വെച്ചിട്ട് ചവിട്ടി, ഒറ്റ ചവിട്ട്. ഫോണ് ബെൻഡായി മാത്രമല്ല നല്ല പരിക്കൂടിങ്ങനെ. എൻ്റെ ഒരു കൂട്ടുകാരനാണ് ചവിട്ടുന്നത്. ചവിട്ടിട്ട് ക്യാമറന്റെ ബാക്ക് ബോസിന് മുഴുവൻ പൊളിഞ്ഞ് കയ്യിൽ പോകുന്നതാണ്. ഇങ്ങനെ ബെൻഡായി വളഞ്ഞ് നിൽക്കണ ഫോണിലും ഡിസ്പ്ലേക്ക് ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല, നല്ല ഹായ്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ആ സ്ഥിതിഗതികൾ, ആ ഒരു രീതിക്ക് ആ ഫോണിനെ എത്തിച്ചതിൻ്റെ ഒരു വീഡിയോ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ. ഒരു ടെസ്റ്റിന് വെറുതെ ഒരു ടെസ്റ്റ്, അതിൻ്റെ ഡ്യൂറബിലിറ്റിയും അതിൻ്റെ ഒരു കാര്യങ്ങളും അതിൻ്റെ എല്ലാ സംഭവങ്ങളും എത്രത്തോളം നമ്മളിപ്പോൾ ചെറിയൊരു വീഴ്ച കയ്യിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ എത്രത്തോളം ഡാമേജ് ആവും, അല്ലെങ്കിൽ
എന്നാവുന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് അത്യാവശ്യം ഫോഴ്സ് എടുത്ത് എറിഞ്ഞിട്ടും ചവിട്ടി കൂട്ടിയിട്ട് ആ ഫോണിൻ്റെ അവസ്ഥ അങ്ങനെ ആക്കിയത്. 15 Pro ആണത്. അപ്പോൾ നമ്മൾ കൊടുക്കണ പൈസ നമുക്ക് മുതലാവുണ്ടോ എന്നുള്ള നിങ്ങൾ ചിന്തിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത് അത് നമുക്ക് മുതലാവുന്നില്ല. കാരണം ഈ രീതിയിലൊന്നും നമ്മൾ എറിഞ്ഞ് ഒരു സെറ്റോ മൊബൈലോ പൊട്ടിക്കൂല. ബൈ ചാൻസിൽ കുട്ടികൾ എടുത്ത് കളിക്കുമ്പോഴോ കുട്ടികളെടുത്ത് എറിഞ്ഞാൽ അവർ എറിയുന്നതിന് സിമ്പിളായിട്ടുള്ള വലിയ ഫോഴ്സ് ഉണ്ടാവില്ല. എന്നിരുന്നാലും എന്തൊക്കെ അതും നമ്മൾ എറിയുന്നത് വെച്ചുള്ള മാറ്റം ഉണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ആപ്പിൾ ഫോണിനെ അതിൻ്റെ മേലെ വെക്കാൻ പറ്റിയൊരു ഫോൺ ഇപ്പം ആൻഡ്രോയിഡിലും ഇല്ല, ഏലും ഇല്ല.